മാർക്കറ്റ് വാച്ചിലേക്ക് സ്വാഗതം. ഓഹരി വിപണി പൊതുവെ ഒരു ഇടിഞ്ഞ രീതിയിലാണ് കഴിഞ്ഞ ആഴ്ച സമാപിച്ചതെങ്കിലും വ്യാഴാഴ്ച ദിവസം അവസാന ഘട്ടത്തിൽ നമുക്കൊരു മുന്നോട്ടൊരു പ്രയാണത്തിൻ്റെ സൂചന എന്ന നിലയ്ക്ക് 5650 ലെവലുകളിലേക്ക് നിഫ്റ്റി തിരിച്ചു വരികയുണ്ടായി. പക്ഷേ ഇനിയും ഏറെ ദൂരം പോവാനുണ്ട് എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. കാരണം ഇടിഞ്ഞു തുടങ്ങിയത് ഏകദേശം 6100 ലെവലുകളിൽ നിന്നാണ്. അവിടെ നിന്ന് ഏകദേശം 450 പോയിന്റോളം താഴെ വന്നിരുന്നു. പൊതുവെ ആളുകൾ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം പുതുതായി വിൽക്കാൻ പറ്റിയ അവസരമായിരുന്നില്ല. ഒരു പാനിക് സെല്ലിംഗ് അധികം സാധാരണ നിക്ഷേപകരിൽ നിന്ന് കണ്ടുമില്ല. എന്തായാലും അടുത്ത ആഴ്ചത്തെയും വരുന്ന മാർക്കറ്റിൻ്റെ പ്രതീക്ഷകളെയും കുറിച്ച് സംസാരിക്കാനായി ഹെഡ്ജ് ഇക്വിറ്റീസ് CEO N ഭുവനേന്ദ്രൻ ചേരുന്നു. ഭുവനേന്ദ്രൻ, മൗത്ത് വാട്ടറിംഗ് ലെവൽസ് എന്ന് തന്നെ വിശേഷിപ്പിക്കണം. വലിയ രീതിയിൽ ധാരാളം മിഡ് ക്യാപ്പുകൾ അല്ലെങ്കിൽ ലാർജ് ക്യാപ്പുകൾ പോലും താഴേക്ക് വന്നതായി നമ്മൾ കണ്ടു. പ്രത്യേകിച്ചും മെറ്റൽ സെക്ടർ, ടാറ്റ സ്റ്റീൽ 300 രൂപയ്ക്ക് മുകളിൽ കിട്ടുക എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു മാസം മുമ്പ് നമ്മളാരും പ്രതീക്ഷിച്ചിരുന്നുമില്ല, കരുതിയിട്ടുമില്ല. അതിനിയും താഴേക്ക് പോകുമെന്നും പലരും പറയുന്നു. സെസാഗോവ, സ്റ്റെർലൈറ്റ് ഇൻഡസ്ട്രീസ്, ഒപ്പം തന്നെ ടാറ്റയുടെ ടൈറ്റാൻ അത്ര താഴേക്ക് പോയില്ല എങ്കിൽ പോലും മറ്റ് ഓഹരികളായ ടാറ്റ ഗ്ലോബൽ ബീവറേജസ്, ഇന്ത്യൻ ഹോട്ടൽസ്, ഇങ്ങനെ ഒരു ടാറ്റ മോട്ടോഴ്സ്, ഇതെല്ലാം നല്ല ലെവലുകളിൽ നിൽക്കുന്നു. ഇപ്പം ഓയിൽ ആൻഡ് മാർക്കറ്റിംഗ് ആ സെക്ടർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ IOC BPCL മുതൽ ONGC, കെയിൻ, സെലാൻ എക്സ്പ്ലോറേഷൻ മുതലായ ആ സെക്ടറിലുള്ള എല്ലാ ഓഹരികളും താഴ്ന്ന ഇതിൽ കിട്ടുന്നു. ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത് ഈ കൺസ്യൂമർ മേഖലയിലുള്ള ഹിന്ദുസ്ഥാൻ യൂണിലിവർ അല്ലെങ്കിൽ ITC പോലെയുള്ള ഓഹരികൾ മാത്രമായിരുന്നു. ഈ ലെവൽ തീർച്ചയായും വാങ്ങാവുന്നതാണ്, ഒരു സംശയവുമില്ല. പക്ഷേ അടുത്ത ആഴ്ച നമ്മൾ ഈ പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ ഒരു റാലിയിലേക്കൊക്കെ നീങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ? ഇത് ഇപ്പോൾ സനൽ നേരത്തെ പറഞ്ഞു, എല്ലാ സ്റ്റോക്കുകളിലും വാല്യുവേഷൻ വളരെ അട്രാക്റ്റീവാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത്. വാല്യുവേഷനാണ് വളരെ അട്രാക്റ്റീവ്. ഏത് സെക്ടർ എടുത്താലും ഏത് സ്റ്റോക്ക് എടുത്താലും വാല്യുവേഷൻ നമ്മൾ ഒരു പ്രതീക്ഷിച്ചതിലും വളരെ ലോവർ വാല്യൂയിലേക്ക് സ്റ്റോക്കിൻ്റെ പ്രൈസ് വന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ലാസ്റ്റ് വീക്ക് മേജർ ന്യൂസുകളൊന്നും തന്നെ ഉണ്ടായില്ല, മേജർ ട്രിഗറില്ല, മാർക്കറ്റിൽ യാതൊരു മൂവ്മെൻറ്റും സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ മെറ്റൽ സെക്ടറിൽ മേജറായുള്ള ഒരു കറക്ഷൻ സാധ്യത ഗ്ലോബലി വന്നിരിക്കുന്നത്. ഇപ്പോൾ യൂറോപ്പ് ക്രൈസിസ്, അങ്ങനെയുള്ള ഈ ക്രൈസിസ് ഒക്കെ തന്നെ ആണ് സ്റ്റീൽ സെക്ടറിൽ ചൈനയിൽ നിന്നുള്ള ഡിമാൻഡ് കുറവ്. ഇതൊക്കെയാണ് ഈ മെറ്റൽ സെക്ടറിൽ വളരെ ഷാർപ്പായിട്ടുള്ള ഫോൾ വരാൻ കാരണം. പക്ഷേ എന്തായാലും വ്യാഴാഴ്ച നമ്മളൊരു ഷാർപ്പായിട്ടുള്ള ഒരു റിക്കവറി ഈ സെക്ടറിലൊക്കെ തന്നെ കണ്ടു. ഈ ഗ്ലോബലി തന്നെ സിറ്റുവേഷൻ അത്രത്തോളം നല്ലത്. ഗ്ലോബലി മീൻസ് യൂറോപ്പ് ക്രൈസിസ് ഇപ്പോഴും നിലനിൽക്കുന്നു. ഇറ്റലി ഇലക്ഷൻ കഴിഞ്ഞു, ഇറ്റലിയുടെ ബോണ്ട് ഈൽഡ് കൂടുതലാണ്. ഇലക്ഷൻ കഴിഞ്ഞ ശേഷം യാതൊരു തീരുമാനങ്ങളും ഉണ്ടായിട്ടില്ല, പോളിസി ഡിസിഷൻസ് ഒന്നും വന്നിട്ടില്ല. ഇങ്ങനെയുള്ള യൂറോപ്പിലുണ്ടായിരിക്കുന്ന സൈപ്രസ് പോലെയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. ഇന്ത്യൻ ഇക്കണോമിക് സിറ്റുവേഷനിൽ വലിയ മാറ്റങ്ങളില്ലെങ്കിലും പൊളിറ്റിക്കൽ സിറ്റുവേഷൻ വീണ്ടും മോശം സ്ഥിതിയിലേക്ക് പോയി. ന്യൂസ് ഡ്രിവൺ ആണ്. ലാസ്റ്റ് വീക്ക് നമ്മൾ പറഞ്ഞു ഒരു ന്യൂസ് ഡ്രിവൺ മാർക്കറ്റാണ്. ന്യൂസ് ഡ്രിവൺ എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ മുലായം സിംഗ് യാദവ് പറയുന്നു കോൺഗ്രസിന് സപ്പോർട്ട് ചെയ്യുമെന്ന്, സെയിം നെക്സ്റ്റ് ഡേ തന്നെ പറയുന്നു മൂന്നാം മുന്നണിക്കുള്ള സാധ്യത, ഇമ്മീഡിയറ്റ് ഇലക്ഷൻ വരാനുള്ള സാധ്യത. വളരെ ഷാർപ്പായിട്ടുള്ള ഫോൾ സംഭവിക്കുന്നു. മൺഡേ മാർക്കറ്റിൽ ഒരു റിക്കവറി വന്നിരുന്നു. 5700 മുകളിലേക്ക് നിഫ്റ്റി മൂവ് ചെയ്തെങ്കിലും മുലായം സിംഗ് നെക്സ്റ്റ് ഡേ നേരെ തകിടം മറിയുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ അനൗൺസ്മെൻറ്റിനനുസരിച്ച് മാർക്കറ്റിൽ മൂവ്മെൻറ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും വാല്യുവേഷൻ വളരെ ഫെയർ ആണ് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ലെവലിൽ നിന്ന് തീർച്ചയായിട്ടും ഒരു റിക്കവറി, ഒരു ബൗൺസ് ബാക്ക് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം വാല്യുവേഷൻ വളരെ ഫെയർ ആണ്. FIS ബൈയിങ് സൈഡിലാണ്. ഇതാണ് പോസിറ്റീവ് എന്ന് പറയുന്നത്. ഇനി അത്രത്തോളം പാനിക് സിറ്റുവേഷനിലേക്ക് മാർക്കറ്റ് പോകാനുള്ള ഒരു റീസൺ ഒന്നും ഇന്ത്യൻ ഇക്കണോമിക് സിറ്റുവേഷനിൽ ഇമ്മീഡിയറ്റ് കാണുന്നില്ല. പക്ഷേ ലോങ് ടൈം ചിലപ്പോൾ ഈ ന്യൂസിനനുസരിച്ച് മാർക്കറ്റിൽ മൂവ്മെൻറ്റ് വരാം. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റിൽ ഒരു ബൗൺസ് ബാക്ക് വരാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ടും കാണുന്നത്. ഇപ്പോൾ മിഡ് ക്യാപ്പിൽ ഒരു ക്രാഷ് ഉണ്ടായി എന്ന് പറയുമ്പോൾ ഒരു നിര ഓഹരികൾ താഴ്ന്ന ലെവലുകളിൽ വന്നിട്ടുണ്ട്. എല്ലാം വാങ്ങാൻ തോന്നിപ്പിക്കുന്ന തരത്തിലാണ് നിൽക്കുന്നത്. പക്ഷേ നമുക്കറിയാം വളരെ തിരഞ്ഞെടുത്ത ഓഹരികളിൽ മാത്രം നിക്ഷേപിച്ചാലേ, കാരണം അത്തരം ഒരു കാലഘട്ടമാണ്, തിരഞ്ഞെടുത്ത ഓഹരികളിൽ നിക്ഷേപിച്ചാൽ മാത്രമേ പണം സമ്പാദിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ തിരഞ്ഞെടുത്ത ഓഹരികൾ എന്ന് പറയുമ്പോൾ നമുക്ക് മെറ്റൽ സെക്ടർ, പ്രത്യേകിച്ചും ടാറ്റ സ്റ്റീൽ, ഹിൻഡാൽകോ, അതിനെ എല്ലാവരും എഴുതി തള്ളി ഇനിയും താഴോട്ട് പോകും. ഹിൻഡാൽകോ ഒക്കെ നല്ല ലെവലുകളിലാണ് നിൽക്കുന്നത്. ടാറ്റ സ്റ്റീലിലൊക്കെ ഇനിയും താഴേക്ക് പോകുന്നു. വളരെ നല്ല ലെവലുകളാണ് നമുക്ക് സീമിംഗിലി ഒറ്റ നോട്ടത്തിൽ അങ്ങനെ തോന്നുമെങ്കിലും ഇനിയും ഈ മെറ്റൽ സെക്ടർ
സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം അത് ടാറ്റ സ്റ്റീൽ, ഇപ്പോൾ പറഞ്ഞ ഹിൻഡാൽകോ, ഇവ ഇപ്പോൾ വാങ്ങാൻ ഈ ലെവലുകളിൽ അഭികാമ്യമാണോ, പൂർണ്ണമായും വാങ്ങണോ? ഒന്ന്. രണ്ട്, മറ്റ് ചില ഓഹരികൾ, ഇപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കെയ്ൻ പോലത്തെ ഓഹരികൾ, നഷ്ടമില്ലാത്ത വളരെ മികച്ച ബാലൻസ് ഷീറ്റും മികച്ച റിസൾട്ടും കാഴ്ചവെക്കുന്ന ഗ്ലെൻമാർക്ക് പോലെയുള്ള ഫാർമ സെക്ടർ, ഏതെല്ലാം ഓഹരികളാണ് ഇപ്പോൾ താങ്കൾ ശ്രദ്ധിക്കുന്നത്? ഇതിൽ വാല്യുവേഷനാണ് ഇമ്പോർട്ടൻറ്റ്. ഒരു ഇൻവെസ്റ്ററും ട്രേഡറും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇൻവെസ്റ്റർ എന്ന് പറയുന്നത് സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ നോക്കി വാല്യൂ ഇൻവെസ്റ്റർ ആയിരിക്കുക എന്നുള്ളത്. ട്രേഡർ എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ 50-20 പോയിൻറ്റ്സ് ക്യാപിറ്റലൈസ് ചെയ്യുക എന്നുള്ള രീതിയിൽ ഷോർട്ടും ലോങ്ങും പൊസിഷൻ എടുക്കുക എന്നുള്ള കാറ്റഗറി ആളുകൾ. ഇപ്പം നമ്മൾ ടാറ്റ സ്റ്റീലിൻ്റെ ലോവർ ലെവലിലേക്ക് പോയാൽ ചിലപ്പോൾ 150 ലെവൽ വരെ പോകാം. പക്ഷേ ഒരു സമയത്ത് 130, ഇപ്പോൾ 2008 എന്താ സംഭവിച്ചത്, 138 വരെ പോയതിന് ശേഷമാണ് 580 തിരിച്ചു വന്നത്. 6 മാസം കൊണ്ട് വളരെ ഷാർപ്പായി 3-4 ടൈംസാണ് റിട്ടേൺ കൊടുത്തത്. അപ്പോൾ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് നല്ല സ്റ്റോക്കിൻ്റെ പാർട്ടാകുക എന്നുള്ളതാണ്. അവിടെ വാല്യുവേഷനാണ് ഇമ്പോർട്ടൻസ്. അതുപോലെ ബാലൻസ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ടാറ്റ സ്റ്റീൽ എടുത്താലും ഹിൻഡാൽകോ എടുത്താലും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എടുത്താലും ടാറ്റ മോട്ടോഴ്സ് എടുത്താലൊക്കെ തന്നെ ഇതിൻ്റെ ഒരു ബോട്ടം എവിടെയാണെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. കാരണം മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യിക്കുന്നത് എക്സ്റ്റേണൽ ആയിട്ടുള്ള കുറേ ഫാക്ടേഴ്സാണ്. ഇപ്പോൾ ഇമ്മീഡിയറ്റ് സ്റ്റോക്കിൻ്റെ റിസൾട്ടോ അല്ലെങ്കിൽ അവരുടെ സെയിൽസോ അവരുടെ മാനേജ്മെൻറ്റ് സ്കില്ലോ അല്ല ഇപ്പോഴത്തെ രീതിയിൽ സ്റ്റോക്കിൻ്റെ വാല്യുവേഷനിൽ അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ പ്രൈസിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. കാരണം പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ്, ഗ്ലോബൽ ന്യൂസുകൾ, ന്യൂസ് ഡ്രിവൺ ആണ് മാർക്കറ്റ്. അപ്പോൾ ആ ന്യൂസിന് അധികം ഇമ്പോർട്ടൻസ് ഇൻവെസ്റ്റേഴ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ സ്റ്റോക്കിൽ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ലോസ് സംഭവിക്കുകയോ അതല്ലെങ്കിൽ ഡിമാൻഡ് കുറയുകയോ 4-5 ക്വാർട്ടർ മോശമാവുകയോ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ സെയിലിൻ്റെയൊക്കെ കാര്യം നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ സെയില് സ്ക്രാപ്പ് ചെയ്ത് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ വിറ്റാൽ 130 റുപ്പീസ് കിട്ടുമെന്നാണ് പറയുന്നത്. 130 രൂപ കിട്ടും. അങ്ങനെയുള്ള സ്റ്റോക്ക് മേടിക്കണോ വേണ്ടയോ എന്ന് ഒരു ഇൻവെസ്റ്റർ തീരുമാനിക്കണം. അത് 63 മേടിച്ച് 55 ആകില്ല, 50 ആകില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ വാല്യുവേഷൻ വളരെ വളരെ ഡിസ്കൗണ്ട് വാല്യൂ ആണ്. ആ കമ്പനി സ്ക്രാപ്പ് ചെയ്ത് സെല്ല് ചെയ്താൽ. പിന്നെ മാത്രമല്ല നിക്ഷേപകർ കരുതേണ്ട ഒരു കാര്യം, നമുക്ക് ഒരു ഓഹരിയും ഏറ്റവും കുറഞ്ഞ ലെവലിൽ മേടിക്കാൻ പറ്റില്ല. ഇതിനകത്ത് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ലോവർ ലെവലിലേക്ക് പോകുന്ന സ്റ്റോക്കിൻ്റെ വാല്യൂ അല്ലെങ്കിൽ പ്രൈസ് ശ്രദ്ധിക്കുന്നവർ ഈ സ്റ്റോക്കിൻ്റെ ഹൈ എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല? അതൊരു അവസരത്തിൽ സെയിലൊക്കെ 300-ഉം 400-ഉം വന്ന് സെയിലാണ് ഈ ലെവലിൽ വരുന്നത്. അപ്പോൾ ലോവർ ലെവലിൽ എത്ര വരെ പോകാം എന്നുള്ളത് ചിന്തിക്കുന്നവർ ഇതിൻ്റെ ഹൈ എത്രയാണെന്ന് കൂടി ചിന്തിക്കുക. വാല്യൂ ഇൻവെസ്റ്റർ ആകുക. ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യയുടെ ഒരു കൾച്ചർ, നോർമലി നമ്മളൊക്കെ ക്യാപിറ്റൽ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ കാണുന്നുള്ളൂ. ബാങ്ക് ഡെപ്പോസിറ്റ്, FD, അതുപോലെ തന്നെ SB സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്, ചിട്ടി, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ 10 ലക്ഷം ഇട്ടാൽ 10 ലക്ഷത്തിന് താഴേക്ക് പോകില്ല. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നമ്മളെടുത്ത സ്റ്റോക്കിൻ്റെ വാല്യൂ താഴേക്ക് പോയി കഴിയുമ്പോൾ അവർക്ക് ഫിയറാണ് ഭയങ്കരമായിട്ട്. അപ്പോൾ അതാണ് മേജർ ഒരു സൈക്കോളജി എന്ന് പറയുന്നത്. നമ്മൾ ക്യാപിറ്റൽ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ കണ്ടിട്ടുള്ളൂ. എല്ലാ റീറ്റെയിൽ ആളുകളും ഈ പൈസ നമ്മളുടെ വാല്യൂ കുറയും എന്ന് പറയുന്നതാണ് അവരുടെ ഫിയർ എന്ന് പറയുന്നത്. പക്ഷേ ബിസിനസ് എന്ന് പറയുന്നത് ലാഭവും നഷ്ടവും ഉണ്ടാകും. എത്രത്തോളം നഷ്ടമുണ്ടാകുമോ, ഇവിടെ എന്താ പോയിന്റ്, ഏത് നഷ്ടമുള്ള സെക്ടറാണെങ്കിൽ എക്സിറ്റ് ചെയ്ത് അടുത്ത പ്രോഫിറ്റുള്ള പൊസിഷനിലേക്ക് നമുക്ക് മാറാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ ലോസൊക്കെ എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് വരുന്ന കാര്യങ്ങളാണ്. പ്രോഫിറ്റ് മൾട്ടി ഫോൾഡാണ്. ഇപ്പോൾ നമുക്കറിയാം 2008 ഇൻവെസ്റ്റ് ചെയ്ത ഇൻവെസ്റ്ററെ സംബന്ധിച്ച് ഹ്യൂജ് റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ മണപ്പുറം ഫിനാൻസ് എല്ലാവരും ഹോൾഡ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നതാണ്. 33 റുപ്പീസാണ് അതിൻ്റെ ബുക്ക് വാല്യൂ, സ്റ്റോക്ക് 22 റുപ്പീസേ ഉള്ളൂ. അപ്പോൾ ഷോർട്ട് ടൈം ആണ്. ഇപ്പോൾ 2003 ബിലോ 10 ആയിരുന്നു. അതിനുശേഷം എത്ര മൾട്ടി ഫോൾഡ് റിട്ടേൺ ആ കൊടുത്തു, അത് ആളുകൾ മറന്നു പോവുകയാണ്. ഇമ്മീഡിയറ്റ് സ്റ്റോക്ക് ലോവർ ലെവലിലേക്ക് പോകുന്നതോറും പാനിക് സിറ്റുവേഷനിലേക്ക് വരികയാണ്. അതിൻ്റെ ആവശ്യമില്ല. സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇൻവെസ്റ്റർ ട്രേഡർ രണ്ടും 2 കാറ്റഗറിയാണ്. ഇൻവെസ്റ്റർ സ്റ്റേ ഇൻവെസ്റ്റഡ് എന്നുള്ള നല്ല സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ നമ്മൾ 4 വർഷമായിട്ട് മാർക്കറ്റ് വാച്ച് പറയുന്നത് ഒരു ഷിഫ്റ്റാണ്. നല്ല എങ്ങനെ സ്റ്റോക്ക് തിരഞ്ഞെടുക്കണമെന്ന് സനൽ ചോദിച്ചു. അത് ട്രാക്ക് തന്നെയാണ്. നല്ല ഗ്രൂപ്പിൻ്റെ പാർട്ടായി മാറുക എന്നുള്ളത്. നമ്മൾ മൾട്ടിഫോൾഡ് റിട്ടേൺ വേണ്ടിയിട്ട് പുതുതായി വന്ന പ്രൊമോട്ടറും വലിയ റിട്ടേൺ കിട്ടുന്ന സ്റ്റോക്കിലേക്ക് പോകാതെ ട്രാക്ക് റെക്കോർഡുള്ള സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് സ്റ്റേറ്റ് ബാങ്ക്, HDFC, ഇപ്പോൾ ICICI ബാങ്ക് ഷുവർ ബെറ്റാണ്. 1000 റുപ്പീസ് ലെവൽ, ബിലോ 1000 പോകുമായിരിക്കാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, L&T, സെയിൽ, അങ്ങനെ എത്രയോ സ്റ്റോക്കുകൾ നമ്മളുടെ മുന്നിലൂടെ അപ്പോളോ ടയർസ് ഇങ്ങനെ കടന്നു പോകുന്നു. അപ്പോൾ ഏത് സ്റ്റോക്കാണെന്ന് ചോദിച്ചാൽ പ്ലൻറ്റി ഓഫ് സ്റ്റോക്സ്, അല്ലെങ്കിൽ അതിനൊരു ആൻസർ ഇല്ല. എല്ലാ സ്റ്റോക്കുകളും ഫെയർ വാല്യൂയിലാണ്, അവനവൻ തന്നെ നിർണ്ണയിക്കുക എന്നുള്ളതാണ്. നമുക്ക് തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം.
മാർക്കറ്റ് വാച്ച് തുടരുന്നു. അജീഷിൻ്റെ ചോദ്യം നോക്കാം. ഹിൻഡാൽകോ, ടാറ്റ സ്റ്റീൽ, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, SBI, L&T, ടാറ്റ മോട്ടോഴ്സ് എന്നീ ഓഹരികളിൽ അദ്ദേഹം നിക്ഷേപം നടത്തിയിട്ടുണ്ട്. ചില ഓഹരികളെങ്കിലും അദ്ദേഹം ഇപ്പോൾ വാങ്ങിയതിനേക്കാൾ മുകളിലാണ്, ചില ഓഹരികൾ താഴെയാണ്. ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സൊക്കെ അദ്ദേഹം 259 രൂപയ്ക്ക് എടുത്തതാണ്. അപ്പോൾ ഇതിലൊരു ആവറേജിങ് അഡ്വൈസബിൾ ആണോ? പിന്നെ മൊത്തത്തിൽ ഈ ഓഹരികളുടെ ഒരു ഔട്ട്ലുക്ക്. ഈ ഓഹരികളെല്ലാം ഫണ്ടമെൻ്റലി സൗണ്ടാണ്. അദ്ദേഹം ഒരു ഭാഗ്യവാനാണ്. കാരണം ഈ സ്റ്റോക്കിൻ്റെ വാല്യൂ ബൈങ്ങിന് മുകളിൽ വാല്യൂ നിൽക്കുക എന്ന് പറയുന്നത് ഈ മാർക്കറ്റ് സിറ്റുവേഷനിൽ വളരെ നല്ല കാര്യം. ഇതിൽ ഹിൻഡാൽകോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ ഒരു ടെക്നിക്കൽ ചാർട്ട് നോക്കുകയാണെങ്കിൽ വീണ്ടും ലോവർ ലെവലിൽ ഒരു സപ്പോർട്ടാണ് ലഭിക്കുന്നത്. ഇപ്പോൾ ഹിൻഡാൽകോ എടുക്കുകയാണെങ്കിൽ 78.67. ഇത് നേരത്തെ ഇൻവെസ്റ്റ് ചെയ്ത ഇൻവെസ്റ്ററെ സംബന്ധിച്ച് 67 വരെ വരും, അല്ലെങ്കിൽ 78 വരും എന്ന് ഞാൻ പറയുമ്പോൾ അവർക്ക് ഒരു വിഷമം ഉണ്ടാകാം. കാരണം ഇതൊരു ടെക്നിക്കൽ സപ്പോർട്ടാണ്. ഈ ലെവലിലേക്ക് വരാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. ഹിൻഡാൽകോ ഇപ്പോഴത്തെ കറണ്ട് ലെവൽ പോലും ഒരു സേഫർ എൻട്രി തന്നെയാണ്. പക്ഷേ ടെക്നിക്കലി 78 and 67 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഇത് വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റാണ്, വരാതിരിക്കാനും സാധ്യതയില്ല. കാരണം പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അങ്ങനെയാണ്. 102 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഷോർട്ട് ടൈം റെസിസ്റ്റൻസ് ആണ്. ഒരു ട്രേഡറെ സംബന്ധിച്ചുള്ള റെസിസ്റ്റൻസ് ആണ്, ഒരിക്കലും ഒരു ഇൻവെസ്റ്റർ സെല് ചെയ്യേണ്ട ലെവലല്ല. കാരണം ഹിൻഡാൽകോയൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തവരുടെ ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 105, 110 ലെവലാണ്. അത് ഒരിക്കലും ഒരു ഹയർ ലെവലാണെന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഇപ്പോഴത്തെ വാല്യുവേഷൻ കുറഞ്ഞു വരുന്നു, ഫെയർ വാല്യൂ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് വാല്യൂയിലേക്ക്, അട്രാക്റ്റീവ് വാല്യുവേഷനിലേക്ക് വരുന്നു. എഗെയിൻ ഹിൻഡാൽകോ അക്യുമുലേറ്റ് ചെയ്യുക എന്നുള്ള സ്ട്രാറ്റജിയാണ് നല്ലത്. ദെൻ ടാറ്റ സ്റ്റീലാണ്. വ്യാഴാഴ്ച ഒരു ഷാർപ്പായിട്ടുള്ള റിക്കവറി 3% അടുത്ത് ബെറ്ററായി. അടുത്തൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് 285 ആണ്. ഈ എല്ലാ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചും ഒരു സംശയം എന്ന് പറയുന്നത് ഈ സ്റ്റോക്ക് എന്ത് ചെയ്യും, ഇത് വിറ്റ് മാറണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ഇതൊരു ഫൈനൽ സ്റ്റേജ് ആയിട്ടാണ് നോർമലി വരിക. അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിൽ നിന്ന് ഒരു ബൗൺസ് ബാക്ക് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. ടാറ്റ സ്റ്റീലിൻ്റെ സപ്പോർട്ട് 285 and 268 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഒരു ഇൻവെസ്റ്ററും ട്രേഡറും തമ്മിലുള്ള വ്യത്യാസം എന്ന് ഞാൻ പറയുന്നത്, ട്രേഡറെ സംബന്ധിച്ച് 300 285 ചിലപ്പോൾ ടാറ്റ സ്റ്റീൽ സെല് ചെയ്യും. അവർക്ക് 2 രൂപയോ അല്ലെങ്കിൽ 5 രൂപ 10 രൂപയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറും. ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് ഒരിക്കലും ഷോർട്ട് ചെയ്യാനും അത് ഇമ്മീഡിയറ്റ് മാർക്കറ്റിൽ ആക്ട് ചെയ്യാനൊക്കെ ഉള്ള ഒരു കറേജ് കുറവായിരിക്കും. അതുകൊണ്ട് ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റർ എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റർ ഒരിക്കലും 6 മാസമോ 1 ഇയറോ കണ്ടൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ നടത്തരുത്. അടുത്തൊരു 10 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ അടുത്തൊരു 5 വർഷം കഴിയുമ്പോൾ ടാറ്റ സ്റ്റീലിൻ്റെ റേറ്റ് നമ്മൾക്ക് പ്രതീക്ഷിക്കുന്നതിലും എത്രയോ ഇരട്ടിയായിരിക്കും. അതിന് ട്രാക്ക് എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷം നമ്മൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുക. അപ്പോൾ ടാറ്റ മോട്ടോഴ്സ് ആണെങ്കിലും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെങ്കിലും അതിൻ്റെയൊക്കെ പ്രൈസ് എന്ന് പറയുന്നത് ബിലോ 200 ആയിരുന്നു. ഇന്ന് ഏത് ലെവലിലാണ് നിൽക്കുന്നത് നമ്മൾ തന്നെ ഒരു സ്റ്റഡി നടത്തുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ലോങ് ടൈം വ്യൂയോട് കൂടിയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. കാരണം ഇൻവെസ്റ്റേഴ്സ് പാനിക്കാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിലൊരു അഡ്വൈസ് തരുന്നത്. ഒരിക്കലും പാനിക് സിറ്റുവേഷനിൽ പാനിക് ബട്ടൺ അമർത്തേണ്ട കാര്യമില്ല. സ്റ്റേ ഇൻവെസ്റ്റഡ് എന്നുള്ള സ്ട്രാറ്റജി. നല്ല സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇതേപോലെ ഹിൻഡാൽകോ, ടാറ്റ സ്റ്റീൽ, സൗത്ത് ഇന്ത്യൻ ബാങ്ക് പോലെയുള്ള നല്ല സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കും. ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഇന്ന് 6% അടുത്താണ് വ്യാഴാഴ്ച റിക്കവറി വന്നത്. ദെൻ 21 and 1950 ആണ് ഒരു മേജർ സപ്പോർട്ട് സോണാണ് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ 21 റുപ്പീസ് എന്ന് പറയുന്നത്. എന്തായാലും വളരെ സേഫ് ആയിട്ടുള്ളത്, വളരെ നല്ല മാനേജ്മെൻറ്റാണ് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ. 2550 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. അതൊരു മൈനർ റെസിസ്റ്റൻസ് ആണ്. 28 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു മേജർ റെസിസ്റ്റൻസ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്നത്. ആ ഒരു ലെവൽ വേണമെങ്കിൽ ലോവർ ലെവൽ ഇൻവെസ്റ്റ് ചെയ്ത ഇൻവെസ്റ്റേഴ്സിന് ഒരു ഷോർട്ട് ടൈം എക്സിറ്റ് പോയിൻ്റ് ആയിട്ട് പരിഗണിക്കാം. ദെൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. സെയിം തിങ് ആണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും 1880 ആണ് ഫസ്റ്റ് സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. 1727 ആ ലെവലിലേക്കൊക്കെ ഈ സ്റ്റോക്ക് വരികയാണെങ്കിൽ അതൊരു മേജർ ബൈയിങ് സോണാണ്. ഇപ്പോഴത്തെ ഈ ഒരു കറക്ഷനിൽ ഈ ലെവലിലേക്ക് വരാനുള്ള സാധ്യത കുറവാണ്. ഇപ്പോഴത്തെ കറണ്ട് ലെവൽ ഒരു സ്ട്രോങ് സപ്പോർട്ട് സോണിലാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മൂവ് ചെയ്യുന്നത്. 2217 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന, ടെക്നിക്കലി ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. ദെൻ L&T ആണ്. L&T 1275 1107 ഈ ലെവൽ. ഇതിനു മുമ്പ് L&T 986 ലെവൽ വരെ വന്നതിന് ശേഷമാണ് 1800 ലെവലിലേക്ക് മൂവ് ചെയ്തത്. അതുകൊണ്ട് സ്റ്റേ ഇൻവെസ്റ്റഡ് എന്നുള്ള സ്ട്രാറ്റജി. ഞാനിപ്പോൾ പറയുന്ന ഈ ടെക്നിക്കൽ സപ്പോർട്ട് എന്ന് പറയുന്നത് മാർക്കറ്റിൽ ഒരു മേജർ ക്രാഷ് വരികയാണെങ്കിൽ വരാനുള്ള സാധ്യതയുള്ളൂ. അതല്ലെങ്കിൽ L&T ഒരു ലെവലിൽ നിന്ന് തന്നെ റിക്കവറി വരാനുള്ള സാധ്യതയുണ്ട്. ദെൻ ടാറ്റ മോട്ടോഴ്സ് ആണ്. 251 and 232 രണ്ട് മേജർ സപ്പോർട്ട് ലെവലാണ്. 285 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഫണ്ടമെൻ്റലി ഈ സ്റ്റോക്ക് എല്ലാം തന്നെ വളരെ സൗണ്ടായിട്ടുള്ള സ്റ്റോക്കാണ്. ഇപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് സപ്പോർട്ട് എന്ന് പറയുന്നത് വരാനുള്ള സാധ്യത വളരെയധികം കുറവാണ്.
ഈ സ്റ്റോക്കുകൾ ഇപ്പോഴത്തെ കറണ്ട് ലെവൽ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യുവേഷൻ വളരെ അട്രാക്റ്റീവാണ്. ഈ കറണ്ട് ലെവൽ പോലും ഈ സ്റ്റോക്കുകളിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ലോങ് ടേം വ്യൂവിൽ അഡ്വൈസബിൾ ആണ്. നമുക്ക് തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. ധനക്കമ്മി 5% താഴെ ഈ സാമ്പത്തിക വർഷം കൊണ്ടുവരണം എന്നതാണ് ഗവൺമെൻറ് വിഭാവനം ചെയ്യുന്നത്, പ്രത്യേകിച്ചും ചിദംബരം. അതിനേറ്റവും അധികം നമുക്ക് ആവശ്യം തീർച്ചയായിട്ടും കയറ്റുമതി കൂട്ടുക, കറണ്ട് അക്കൗണ്ട് ആ ഡെഫിസിറ്റ് കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന് ആനുപാതികമായ ചില നല്ല ചലനങ്ങൾ ആ മേഖലയിൽ നിന്നും ധനമന്ത്രാലയം പുറത്തുവിടുന്നുമുണ്ട്. നല്ല സിഗ്നൽസാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് കുറയുകയും ഈ ധനക്കമ്മി കുറയുകയും എല്ലാം ചെയ്താൽ രാജ്യാന്തര റേറ്റിംഗ് ഏജൻസികൾക്കെല്ലാം പൊതുവെ ഇപ്പോഴൊരു മതിപ്പുണ്ടായിട്ടുണ്ട്. ഈ സമീപ ദിവസങ്ങളിലെ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ഒഴിവാക്കിയാൽ പൊതുവെ നല്ലൊരു മതിപ്പ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ ഇടിവും കാര്യങ്ങളുമെല്ലാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ സോവറിൻ ഡെറ്റ് അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള റേറ്റിംഗ് താഴ്ത്തും എന്നുള്ള വാർത്തകൾക്കൊന്നും ഇനി വലിയ കഴമ്പില്ല എന്ന് തന്നെ കരുതാം. ഒരുപക്ഷെ മാർക്കറ്റ് ഒരു ബോട്ടം ഔട്ട് ആയി എന്നും വേണമെങ്കിൽ കരുതാം. അപ്പോൾ ഈ ധനക്കമ്മി കുറഞ്ഞു വരുന്നതിനനുസരിച്ച് മാർക്കറ്റ് ക്രമേണ മുന്നോട്ട് പോകണ്ടേ, പ്രത്യേകിച്ച് ഈ വർഷം തന്നെ? ഇതിപ്പോൾ എന്താ വെച്ചാൽ ഇമ്പോർട്ട് കൂടുതലാണ്. ഇപ്പോൾ ഓയിൽ വലിയൊരു ബേർഡനാണ്, അല്ല കോൾ ഇമ്പോർട്ട്, ദെൻ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഗോൾഡ്. ഇത് മൂന്നുമാണ് ഇന്ത്യയുടെ ഏറ്റവും മേജർ ഇമ്പോർട്ട് എന്ന് പറയുന്നത്. പക്ഷേ എക്സ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഇക്കണോമിക് സിറ്റുവേഷൻ മോശമായതുകൊണ്ട് മേജറായിട്ടുള്ള എക്സ്പോർട്ടൊന്നുമില്ല. അതാണ് ഇപ്പോഴത്തെ നമ്മൾ ഈ അക്കൗണ്ട് ഡെഫിസിറ്റ് ഇങ്ങനെ കൂടി നിൽക്കാനുള്ളൊരു സാഹചര്യം. പക്ഷേ ചിദംബരം എഫക്റ്റീവായിട്ടുള്ള മെഷേഴ്സ് എടുത്തു വരുന്നു. ഇപ്പോൾ സനൽ നേരത്തെ പറഞ്ഞ പോലെ FISന് വലിയ പ്രതീക്ഷയുണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതുകൊണ്ടാണ് FIS കണ്ടിന്യൂസ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. അവർക്ക് കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ മാർക്കറ്റ് ഇതൊരു ബോട്ടം ലെവലിലെ എന്ന് ചോദിച്ചാൽ പൊളിറ്റിക്കൽ സിറ്റുവേഷനിലാണ്. അത് ന്യൂസ് ഡ്രിവൺ ആണ് മാർക്കറ്റ്. അപ്പോൾ നമ്മളെപ്പോഴും ഡിസ്കസ് ചെയ്യാറുള്ളത് പോലെ ഇവിടെ വാല്യുവേഷൻ അല്ല ഇമ്പോർട്ടൻസ്, ന്യൂസ് പുറത്തു വരിക, സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫോൾ വരിക, അതിൽ നിന്ന് ഗെയിൻ ഉണ്ടാക്കുന്ന ചില ഗ്രൂപ്പുകൾ. അപ്പോൾ ഇവിടെ ന്യൂസിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ വാല്യുവേഷൻ ഞാൻ പറഞ്ഞില്ലേ വളരെയധികം അട്രാക്റ്റീവ് വാല്യുവേഷനിലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. അതാണ് ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. നമ്മൾക്ക് വളരെ നല്ല സ്റ്റോക്കുകളിൽ എൻട്രി ചെയ്യാനുള്ള ഒരു സ്റ്റോക്ക് തിരഞ്ഞെടുക്കുമ്പോൾ മാനേജ്മെൻറ്റ്, പ്രൊഡക്റ്റ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട് അതിൻ്റെ വാല്യുവേഷൻ വെച്ചാൽ ഫൈനാൻഷ്യൽസ് കഴിഞ്ഞാൽ ഫൈനലി വരുന്നതാണ് വാല്യുവേഷൻ. ആ വാല്യുവേഷൻ വളരെ അട്രാക്റ്റീവ് ആണെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് FIS ഇപ്പോഴും ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റർ സ്റ്റേ ഇൻവെസ്റ്റഡ് എന്നുള്ള സ്ട്രാറ്റജി തന്നെയാണ് നല്ലത്. എന്തായാലും ഇക്കണോമിക് സിറ്റുവേഷനിൽ മേജറായിട്ടുള്ള ചേഞ്ചസ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഈ ഒരു വർഷം തന്നെ മാർക്കറ്റിൽ ഒരു ഷാർപ്പായിട്ടുള്ള റിക്കവറിക്കുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഒരു ഇലക്ഷനെ ഇമ്മീഡിയറ്റ് ഫേസ് ചെയ്യാനായിട്ട് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ മുലായം സിംഗ് യാദവൊക്കെ തന്നെ ഒരു ബാർഗെയിനിങ് നടത്തുകയാണെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ള ഫോൾ വരാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. നന്ദി ഭുവനേന്ദ്രൻ. തീർച്ചയായും മാർക്കറ്റിൽ അടുത്ത ആഴ്ച അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങൾ നല്ലതാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വലിയ ഷാർപ്പ് കറക്ഷനൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാറൻ ബഫറ്റ് ഒക്കെ പറയാറുള്ളത് പോലെ പെസിമിസം ഉണ്ടായി തുടങ്ങുമ്പോൾ വേണം മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ എന്ന് പറയുന്ന ആ ഒരു മന്ത്രം അദ്ദേഹം കൂടെ പറയുന്നതാണ്. വളരെ നല്ല വാല്യുവേഷനിലുള്ള കടം കുറഞ്ഞ കമ്പനികൾ ഇറങ്ങാനുള്ള സമയമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം മിഡ് ക്യാപ് സെക്ടറിൽ ധാരാളം കള്ളനാണയങ്ങളുണ്ട്. അത്തരം കമ്പനികൾ ഒഴിവാക്കി മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന കമ്പനികൾ, ഇപ്പോൾ നമ്മൾ ഈ പരിപാടിയിൽ സൂചിപ്പിച്ച തരം കമ്പനികളെല്ലാം താഴ്ന്ന ലെവലുകളിൽ അവൈലബിൾ ആണ്. അത്തരം കമ്പനികളിൽ തന്നെ നിക്ഷേപം നടത്തുക, ആ നിക്ഷേപം തുടരുക. ട്രേഡർ ആവുന്നതിന് പകരം കുറച്ചുകൂടി ഒരു ഇൻവെസ്റ്റർ പോയിന്റ് ഓഫ് വ്യൂവിലേക്ക് നിങ്ങളെല്ലാവരും അല്ലെങ്കിൽ നിക്ഷേപകരെല്ലാവരും മാറുന്നതാണ് കൂടുതൽ അനുയോജ്യവും. അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.